ആപ്പുകാരി താത്ത പറയുന്നുണ്ട് ഞാൻ എന്തോ തുന്നൽ കടയിൽ സെയിൽസ് ഗേളായിട്ട് നിന്നിരുന്നത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ നിന്നത്. ഞാൻ ആകെ നിന്നത് ഒന്ന് KVR രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അവിടെ നിന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയാൽ റെയിൽവേയിലാണ്. ഞാനത് ഇലക്ഷൻ്റെ ഇതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെക്കാൻ കാരണമുണ്ട്. ഇലക്ഷന് ശശികല ടീച്ചർ അത് പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ ഒരു കടലാസ് വരുന്നത്. എൻ്റെ ഫോട്ടോ അടക്കം ഫ്ലക്സും കാര്യങ്ങളൊക്കെ തലശ്ശേരി മണ്ഡലത്തിനും കതിരൂർ ഡിവിഷനിലൊക്കെ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഡിവിഷൻ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിരുന്നു വന്ന് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റൂല. കേന്ദ്രത്തിൻ്റെ, അതായത് റെയിൽവേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ പിന്നെ കിട്ടിയത് LD ക്ലർക്കിൻ്റെത് ഞാൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഞാൻ PSCൻ്റെ കുട്ടികൾക്ക് കോച്ചിങ് എടുത്തു കൊടുക്കാറുണ്ട്. 2 സ്ഥലത്ത് കോച്ചിങ് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നൊരു കൊച്ചു അധ്യാപികയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ രാഷ്ട്രീയത്തിലേക്ക് വന്നത് തന്നെ. ഈ താത്ത പറയുന്ന സെയിൽസ് ഗേളായിട്ട് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് നിന്നുള്ള പ്രൂഫും കൊണ്ടുവാടി ധൈര്യമായിട്ട്. ഞാൻ ആകെ വർക്ക് ചെയ്തത് 3 മാസമാണ്. വേറെ ഒരു സ്ഥാപനത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. മണിപ്പാലായിട്ടില്ല, ഞാൻ കുറച്ച് ദിവസങ്ങൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ കോഴ്സിന് പോയി എന്നല്ലാണ്ട് ഒരു സ്ഥലത്തും ഞാൻ വർക്ക് ചെയ്ത ഒരു ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും തന്നെ. KVR നിങ്ങൾക്കറിയാലോ, KVR രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെയുള്ള മുത്തൂക്കിയാണ് എനിക്ക് ജോബ് തന്നത് തന്നെ. പക്ഷേ അവിടെ പാർട്ടി ബേസിൽ എന്തെല്ലോ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലോ CPM-ഉം BJP-യും തമ്മിലുള്ള ആ പ്രശ്നം. ജയകൃഷ്ണ മാഷ് മരിച്ച കൊല്ലമല്ല, അത് മരിച്ച കൊല്ലം ഞാൻ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഞാൻ 8ൽ പഠിക്കുന്ന സമയത്താണ് ജയകൃഷ്ണ മാഷ് മരിക്കുന്നത്. ആ സമയത്തല്ല, മരിച്ചു കഴിഞ്ഞ് പിന്നെയും കുറേ ഒരു അക്രമം ഉണ്ടായിട്ടില്ലേ, കുറേ അതിന് തുടർച്ചയായിട്ട് അക്രമം ഉണ്ടായിട്ടില്ലേ. ആ സമയത്ത് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു പിന്നെ ഞാൻ ജോലിക്ക് അവിടെ ഒരു 3 മാസമായിട്ടേ എനിക്ക് അവിടെ കയറാൻ പറ്റിയില്ല, KVR രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. എന്താ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു അന്ന് KVRൽ. നിങ്ങൾക്കറിയാലോ KVR എങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ ഈ പറയുന്ന താത്ത പറയുന്ന സെയിൽസ് തയ്യൽ കട എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സിമ്പിൾ. നിന്നെപ്പോലെ 9ാം ക്ലാസ്സുകാരിയല്ല ഞാൻ. കുറച്ചൊന്നുമില്ലെങ്കിലും പഠിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ 9ാം ക്ലാസ്സുകാരിക്ക് കിട്ടാത്ത സംഭവങ്ങൾ, വിദ്യാഭ്യാസം കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ പലതും വിളിച്ചു പറയും. അതെൻ്റെ കുറ്റമല്ല താത്തേ, അത് നിന്നെ പഠിപ്പിച്ച നിൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയും ഗുണമാണ്. നിന്നെ അത്ര ആ സമയത്ത് എന്താ ചെയ്തത്, നിൻ്റെ അച്ഛൻ എന്താ ചെയ്തത് എല്ലാവർക്കും അറിയില്ലേ അല്ലേ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ കാമുകനെ കണ്ടോ ഒന്നുമല്ല, നിന്നെ അണി ട്രാപ്പിൻ്റെ ആ സമയത്തോട് കൂടിയിട്ട് നീ അത് സ്റ്റോപ്പ് ചെയ്തതാണ് വിദ്യാഭ്യാസം. 2006 ഒരു സാധു മനുഷ്യൻ നിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയം, അതോടുകൂടി നിൻ്റെ പഠിപ്പ് നിർന്നു അല്ലേ? അപ്പം നീ മറ്റുള്ള ആൾക്കാരെ അതേ കണ്ണിൽ നീ കാണരുത് താത്ത. ഒരു കാര്യം ആദ്യം ആലോചിക്കുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പം നിർത്തുന്നു. ബാക്കി നല്ല വട വരുന്നുണ്ട്.